ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫേമസ്. അപ്പൊ ഇന്ന് സത്യം പറഞ്ഞ ഇൻട്രോയിൽ ഒരുപാട് സംസാരിക്കാനുള്ള ടൈമില്ല. കാരണം എന്റെ പ്രസംഗമല്ല മെയിൻ. നിങ്ങൾക്ക് കളക്ഷൻ കാത്തിരുന്നിട്ടല്ലേ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നതല്ലേ. അപ്പൊ അധികം ലാഗ് അടിപ്പിക്കാനുള്ള നമുക്ക് കളക്ഷൻസിലേക്ക് പോവാം. പിന്നെ ഓൺലൈൻ ഓർഡേഴ്സിന് അറിയാലോ, നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ഉണ്ടായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡൽ സ്ക്രീൻഷോട്ട് അയക്കാൻ ഡീറ്റെയിൽ ചോദിക്കുക, ഓർഡർ തരാം. അപ്പോൾ ഓർഡർ ചെയ്യുന്നത് ഞാൻ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽ ഒക്കെ കറക്റ്റ് ആയിട്ടാണ് പറയുന്നത്. അതായത് നിങ്ങൾ ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. ബുക്ക് റെസ്പോൺസിബിൾ. പിന്നെ അറിയാലോ, നമ്മുടെ ഇതേപോലത്തെ പുതിയ പുതിയ കളക്ഷൻസിന്റെ അപ്ഡേഷൻസ്, ഓഫേഴ്സിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ ബെല്ലൈക്കനോട് അമർത്താൻ മറക്കണ്ട. ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. വീണ്ടും വീണ്ടും പറയുന്നതാണ്. ചിലർ സബ്സ്ക്രൈബ് മാത്രം ചെയ്യും. അപ്പോൾ എന്താ പ്രശ്നം ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരില്ല. അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ബെല്ലൈക്കണം കൂടി അമർത്താൻ മറക്കണ്ട. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെറാറ സെറ്റ് ആണ്. കാരണം നിങ്ങളുടെ വെഡ്ഡിങ്ങിന്റെ ഒക്കെ ഒരു സീസൺ ആണെന്ന് അറിയാം. അപ്പൊ ഡിസംബർ വരെ ഓൾമോസ്റ്റ് നല്ല വെഡ്ഡിങ്ങിന്റെ ഒക്കെ തിരക്കാണ്. അപ്പൊ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് വെഡ്ഡിങ് കളക്ഷൻ ചോദിക്കേണ്ട. അപ്പൊ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഷെറാറ സെറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ബൂട്ട് കട്ട് പാന്റ്. അതാണല്ലോ ഇപ്പോൾ ഒരുവിധം ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിന്റെ മെറ്റീരിയൽ ആണെങ്കിൽ ഷിമ്മർ ഒന്നുമല്ല, ഒറ്റ നോട്ടത്തിൽ ഷിമ്മർ ആയിട്ട് തോന്നും. വേറൊരു ഡിഫറെന്റ് ടൈപ്പ് ഒരു ക്രഷ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. പക്ഷെ നല്ലൊരു പ്രീമിയം ലെവലില് ഫാബ്രിക് പെട്ട ഒരു ഐറ്റം തന്നെയാണ്. സൈസ് XXL ഉണ്ട്, XL ആയിരിക്കും ഉപയോഗിക്കാം. ലെങ്ത് ഏകദേശം ഒരു 38 ഇഞ്ച് ഉണ്ട്. അപ്പൊ ബൂട്ട് കട്ട് പാന്റ് ആയതുകൊണ്ടിട്ടാണ് ലെങ്ത് ഒരു ആവറേജ് ലെങ്ത് വന്നിട്ടുള്ളത്. അപ്പൊ നോക്കി നോക്കിയാണ്ട റൗണ്ട് നെക്കാണ്. അതിന്റെ നെക്ക് പോർഷൻ തുടങ്ങിയിട്ട് അപ് ടു ഡൗൺ വരെ ആ ഒരു ത്രെഡും ആ ഒരു സ്റ്റോൺ വർക്കും കൂടി ആയിട്ടുള്ള ഒരു മിക്സ് കോമ്പിനേഷൻ വന്നിട്ടുണ്ട്. പിന്നെ ഇടയിൽ ഇങ്ങനെ ആ ഒരു ത്രെഡിന്റെ ഒരു കളർ കോമ്പിനേഷൻ ഒക്കെ നോക്കിയൊക്കെ നല്ലൊരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു പ്രീമിയം ലെവൽ സെറ്റ് എന്ന് തന്നെ പറയട്ടെ. പിന്നെ സ്ലീവ് വരാൻ നേരത്ത് സ്ലീവിലടക്കം ലൈനിങ് അറ്റാച്ച്ഡ്, എൻഡിലേക്ക് ബോർഡർ പോയിട്ടുണ്ട്. ഏറ്റവും എൻഡിലേക്ക് വരാൻ നേരത്ത് വേണ്ട ആ ഒരു ബോർഡർ നല്ല ഹെവി ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് നിൽക്കുന്ന ഐറ്റം തന്നെയാണ്. പിന്നെ ഈ ഒരു പോർഷൻ വരെ ലൈനിങ്ങും ഇതിൽ അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. പിന്നെ ബാക്കിലേക്ക് വരാൻ നേരത്ത് നോക്കിക്കുക, ഒരു പ്ലെയിൻ ആണ്, പക്ഷെ ആ ഒരു മെറ്റീരിയൽ ഉണ്ട് നല്ല പ്രീമിയം ടച്ച്. അതായത് നിങ്ങൾക്ക് ഒരു വെഡ്ഡിങ്ങിനൊക്കെ നല്ല കളറായിട്ട് നിൽക്കാൻ പറ്റിയൊരു ഐറ്റം തന്നെയാണ്. പിന്നെ അതിൻ്റെ പാൻസ് ആണ് മെയിനായിട്ട് പറയാനായിട്ടുള്ളത്. ബൂട്ട് കട്ട് പാൻസ് ആണ് പ്രത്യേകം പറയും. ഇപ്പം ഇതിൻ്റെ ഒരു ട്രെൻഡിങ് ആണ് മൊത്തത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല വർക്കും കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് പോയിട്ടുണ്ട്. ഓവർ വർക്ക് അല്ലാണ്ട് ഉള്ളത് നല്ല ക്യൂട്ടായിട്ടുള്ള സ്റ്റാൻഡേർഡ് വർക്ക് എന്ന് തന്നെ പറയാട്ടെ. പിന്നെ അതിൻ്റെ ഷോൾ വരാൻ നേരത്ത് നോക്കിക്കേണ്ട, ഷോളും അത്യാവശ്യം നല്ല വീതി നീളമായിട്ടുള്ള ബിഗ് സൈസ് ഷോൾ തന്നെയാണ്. അതിൽ ആ ഒരു സെയിം ത്രെഡ് വർക്ക് കളർ കോമ്പിനേഷൻ തന്നെയാണ് 2 സൈഡ് സ്കാൽപ്പ് ബോർഡറിലും പോയിട്ടുള്ളത്. കംപ്ലീറ്റ് ആ ഒരു ത്രെഡ് കണ്ടിന്യൂഷനും ആ ഒരു ഷോളിൽ കവർ ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു ഭംഗി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. കാരണം വെച്ചാൽ ബൂട്ട് കട്ട് പാൻസ് ഈ ഒരു റേഞ്ചിലേക്ക് തന്നെ ലെങ്ത് അത്യാവശ്യം റേഞ്ച് ഉണ്ട്. ജസ്റ്റ് ഞാൻ പുറത്ത് വന്ന് ഇങ്ങനെ കാണിക്കുന്നത് മാത്രമേ. ഈ ഒരു പാന്റിന്റെ ഒരു ഭംഗി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഷോളിന്റെ സൈസ് നോക്കിക്കുക, നല്ല വീതി നീളമായിട്ടുള്ള ഷോൾ തന്നെയാണ്. കളേഴ്സ് ആണ് ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സ് എന്ന് പറയട്ടെ. അത്യാവശ്യം നല്ല വെറൈറ്റി കളേഴ്സ് ആയിട്ടും കൂടിയിട്ടാണ് സെറ്റിലുള്ളത്. പിന്നെ അതിന്റെ റേറ്റ് ആണെങ്കിൽ 1895. അപ്പൊ ഇങ്ങനത്തെ ബൂട്ട് കട്ട് ഷെറാറ സെറ്റ് അല്ല, ഇങ്ങനത്തെ ബൂട്ട് കട്ട് പോലത്തെ 3 പീസ് സെറ്റിനൊക്കെ എങ്ങനെ വന്നാലും 2000 എബോ ഒക്കെ പുറമെ സുഖമായിട്ട് തന്നെയുണ്ട്. അതായത് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് ഒക്കെ ഏകദേശം ഒരു ഷോപ്പിൽ 2000 അടുത്ത് വരെ പ്രൈസ് ഇട്ടിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. നമ്മൾ നല്ലൊരു ഡിസ്കൗണ്ട് റേറ്റിൽ കൊടുക്കണം. എന്നും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ആ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ കൊടുത്തില്ലെങ്കിൽ എനിക്ക് യാതൊരു സമാധാനം ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഷോപ്പിലും സെയിലില്ല എന്നല്ല പറയണത്, എന്നാലും നമ്മുടെ ഒരു റേഞ്ച് വെച്ച് നോക്കാൻ നേരത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് സപ്പോർട്ട് വെച്ചിട്ടുള്ള സെയിലാണ് നമുക്ക് അധികം വന്നാട്ടെ. അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കാൻ നേരത്ത് നിങ്ങൾക്ക് ഞാൻ പ്രൊഡക്റ്റ് പ്രൈസ് ഇടാൻ നേരത്ത് എങ്ങനെ വന്നാലും എന്റെ ഷോപ്പിലെ റേറ്റിനേക്കാൾ ഒരു 10-15% ലെസ് ആയിരിക്കും. പുറമെ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഒക്കെ എങ്ങനെ വന്നാലും ഒരു കണ്ണും പൂട്ടി ഒരു 2000 ഒരു 2500 2000 ഉള്ളിലൊക്കെ ആയിട്ടൊക്കെ റേറ്റ് ഈ ഒരു സെറ്റില്, ഈ ഒരു ഫാബ്രിക്കിൽ, ഈ ഒരു പാറ്റേൺ എന്തായാലും വരോട്ടെ. നിങ്ങൾക്ക് പുറമെ പോയി എടുക്കണവർക്ക് എന്തായാലും അറിയാൻ വേണ്ടി പറ്റും. അപ്പൊ അത്യാവശ്യം 2000 എബവ് റേഞ്ച് വന്നിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് തന്നെ കേട്ടോ. അപ്പൊ കളേഴ്സും ഒന്നും മിസ്സാക്കാൻ പറ്റാത്ത കളേഴ്സ് ആണ്. നല്ല കളർ ചാർട്ട് തന്നെയാണ് സെറ്റിൽ വന്നിട്ടുള്ളത്. അപ്പൊ XXL സൈസ് ഉണ്ടെങ്കിലും തൊട്ട് താഴെയുള്ള XL സൈസ് ആയിരിക്കും കൂടി സൂട്ട് ആവുന്ന ഒരു സൈസാണ്. ഷോൾഡർ ഒക്കെ ഓൾമോസ്റ്റ് ഈവൺ തന്നെ ആയിരിക്കും കേട്ടോ. ഇതിന്റെ മെയിൻ ആയിട്ട് ഇതിന്റെ ഫാബ്രിക് ആണ് പറയാനായിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഒരു ഇങ്ങനെ ഷൈനിങ് ആയിട്ടുള്ള പോലത്തെ ഒരു ഫാബ്രിക് ആണ്. പക്ഷെ ഇങ്ങനെ ഒരേ ടൈപ്പ് മെറ്റീരിയൽ അല്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. ബാക്കിൽ XXL കൊടുത്തിട്ടുണ്ടെങ്കിലും മെഷർമെന്റ് ആണെങ്കിൽ വൺ സൈഡ് 21 ചുറ്റളവ് ഒരു 42 ആണ് വന്നിട്ടുള്ളത്.
ഒരുവിധം ആൾക്കാർക്ക് ഇതിന്റെ ടോപ്പിൽ ബാക്കിൽ ഡബിൾ എക്സലിന് സൈസ് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അവരുടെ വിചാരം അവരുടെ സൈസ് ഡബിൾ എക്സൽ ആണെന്നുള്ളത്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോ യൂസ് ചെയ്യുന്ന ടോപ്പിന്റെ ഒരു മെഷറിംഗ് ടാപ്പ് വെച്ചിട്ട് ഞാൻ ഈ പറയുന്ന സൈസ് ആയിട്ട് ഓക്കെ ആണെന്ന് നോക്കിയിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് പ്രൊഡക്റ്റ് എടുത്തോട്ടെ. പിന്നെ ഇതിന്റെ ലെങ്ത് ആണെങ്കിൽ ഏകദേശം ഒരു 44 ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത്. വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ്. ഇത് നോക്കിയൊക്കെ റൗണ്ട് നെക്കാണ്. അതിൽ ഫ്രണ്ട് പോർഷനിൽ ആ ഒരു ത്രെഡും സീക്വൻസും കൂടി ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ് വർക്കാണ് പോയിട്ടുള്ളത് കേട്ടോ. പിന്നെ അതിന്റെ സ്ലീവ് വരാൻ നേരത്തെ അത്യാവശ്യം നല്ല വീതിയുള്ള സ്ലീവാണ്. അതിൻ്റെലേക്ക് ഒരു ബോർഡർ പോയിട്ടുണ്ട്. പിന്നെ ആ ഒരു മെറ്റീരിയൽ നോക്കി വെക്കേണ്ട, ചെറിയൊരു ഷൈനി ആയിട്ടുള്ള മെറ്റീരിയൽ. പ്രത്യേകം പറയാം, ഇങ്ങനെ നിങ്ങൾക്ക് മെറ്റീരിയൽ കാണുമ്പോൾ തന്നെ അറിയാം ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു ടൈപ്പ് മെറ്റീരിയലാണ്. അതിൻ്റെലേക്ക് ആ ഒരു ബോർഡർ പോയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ബോർഡർ തന്നെയാണ്. പിന്നെ ഈ ഒരു പോർഷൻ വരെ ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ്. പിന്നെ അതിൻ്റെ ബാക്കിലേക്ക് വരാൻ നേരത്തുണ്ട് ആ ഒരു പ്ലെയിൻ കണ്ടിന്യൂറ്റിയിലാണ് നിൽക്കുന്നത് കേട്ടോ. എങ്ങനെ വന്നാലും നല്ല സ്റ്റാൻഡേർഡ് കളർ ചാർട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു മെറ്റീരിയലിൽ വരാൻ നേരത്ത് പ്രൊഡക്റ്റിൽ ഉണ്ടാവാറുള്ളത്. അപ്പോൾ അത്യാവശ്യം ഇടമുള്ള പാൻറ്റാണ്. അതിൻ്റെലേക്ക് ബോർഡർ പോയിട്ടുണ്ട്. റൗണ്ട് ഇലാസ്റ്റിക് തന്നെയാണ്. വിത്ത് ലൈനിങ്ങും ഇതിൽ അറ്റാച്ച് തന്നെയാണ്. അപ്പോൾ XLR എടുത്തോ അപ്പോൾ ഒരു പേടിക്കാണ്ട് നിങ്ങൾക്ക് ഒരു ഓൺലൈനൊക്കെ എടുക്കാൻ പറ്റിയൊരു സൈസും കൂടിയിട്ടാണ് മെഷർമെൻറ്റ് നമ്മൾ കീപ്പ് ചെയ്ത് പറയുന്നത് കേട്ടോ. പിന്നെ നോക്കിക്കോ, ഷോളിൽ കംപ്ലീറ്റ് ആയി സ്ട്രൈപ്പ് പോലെ നല്ലൊരു മൈലാഞ്ചി വർക്ക് പോലത്തെ ഒരു ടൈപ്പ് ഇങ്ങനെ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു വർക്ക് തന്നെയാണ് പോയിട്ടുള്ളത്. 2 സൈഡ് സ്കാൽപ്പ് ബോർഡർ ഫിനിഷിങ് മല്ലും കേട്ടോ. ഇതിൽ കണ്ട അതിന്റെ തലയിലിട്ട ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് മെറ്റീരിയലാണ്. പിന്നെ ഇങ്ങനെ വട്ടി പോലെ ഒന്നും നിൽക്കില്ല കേട്ടോ. നല്ല ഒതുങ്ങി സോഫ്റ്റ് ആയിട്ട് തന്നെ കിടക്കുന്ന ഒരു മെറ്റീരിയൽ ടൈപ്പ് തന്നെയാണ്. അപ്പൊ കളർ ചാർട്ടും നല്ല കളേഴ്സ് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇതാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക്. അപ്പൊ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും 13.95 ഉള്ളതിന് ഷോപ്പിൽ 1600 കൊടുക്കുന്ന പ്രൊഡക്റ്റ് ആണ്. 13.95 നിങ്ങളുടെ അതായത് വീഡിയോയിൽ പറയണ കേട്ടാ. അപ്പൊ കളേഴ്സും നല്ല നല്ല കളർ ചാർട്ട് തന്നെയാണ്. അപ്പൊ യൂസ് ചെയ്യാനൊക്കെ ഏത് ക്ലൈമറ്റിനും ഈ ഒരു ഫാബ്രിക് ഒക്കെ സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ബുക്ക് ചെയ്യാം. പിന്നെ ഷൈനി ആണെങ്കിലും ഓവറായിട്ട് ഇങ്ങനെ വളവള പോലെ ഇരിക്കണ അങ്ങനത്തെ ഷൈനിങ് ഒന്നല്ല കേട്ടോ. അതായത് ഉള്ളത് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് ഞാൻ ഷോപ്പിലേക്ക് പർച്ചേസ് ചെയ്യാറുള്ളതും. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണുന്ന ആ ഒരു പെട്ടെന്ന് കാണുമ്പോൾ ഉണ്ടാവുന്ന അട്രാക്ഷൻ എന്ന് പറയില്ല, ആ ഒരു അട്രാക്ഷനിൽ എടുത്തുകൊണ്ട് വരുന്ന പ്രൊഡക്റ്റിൽ ഒന്ന് തന്നെ കേട്ടോ. മെയിനായിട്ട് ഒരുവിധം പ്രൊഡക്റ്റിൻ്റെ ഒക്കെ നമ്മൾ നല്ല കളേഴ്സൊക്കെ നോക്കിയിട്ടൊക്കെ തന്നെ സെറ്റിൽ കൊണ്ടുവരുള്ളൂ വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യപ്പെടുന്ന ഇഷ്ടമുള്ള കളേഴ്സ് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ നോക്കിയോട്ടെ. ഒരുവിധം നല്ല നല്ല ഡാർക്ക് ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. അതായത് നല്ല ഡെപ്ത് ഉള്ള ഷെയ്ഡാണ്. നരച്ച പോലത്തെ കളർ ചാട്ടം ഒന്നല്ല കേട്ടാ. വേണ്ട ഇപ്പൊ ഡാർക്ക് ഷെയ്ഡ് ആയതുകൊണ്ടിട്ടും നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള കളർ ചാർട്ട് ആയതുകൊണ്ടിട്ടും പിന്നെ പ്രൈസ് ഈ ഒരു റേഞ്ച് ആയതുകൊണ്ടിട്ട് ഒരു 1395 നല്ല രീതിയിലുള്ള പാർട്ടി വെയർ സെറ്റൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത് വേണ്ട. അത് ഫാബ്രിക് ഒക്കെ ലേറ്റസ്റ്റ് ഇപ്പൊ മാർക്കറ്റിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഫാബ്രിക് ആണ്. നിങ്ങൾ ഏത് ഷോപ്പിലും പോയി നോക്കിയാലും ഈ ഒരു ഫാബ്രിക് തന്നെ ആയിരിക്കും ഒരുവിധം വരുന്നത്. പക്ഷെ റേഞ്ചിന് നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഈ കാണിച്ച കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ട് നോക്കിക്കേ. അടിപൊളി വർക്കാണ്. അതായത് ത്രെഡും സ്റ്റോൺ വർക്കും കൂടിയായിട്ട് അതും പേസ്റ്റൽ ഷെയ്ഡ്സിൽ നല്ല ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ലെവലിലാണ് അതിന്റെ ഒരു വർക്ക് വന്നിട്ടുള്ളത്. ഓൾ ഓവർ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഏകദേശം ഒരു കോട്ടൺ സിൽക്ക് ടൈപ്പ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ബാക്കിൽ 3XL ആണ് കൊടുത്തെങ്കിൽ ടോപ്പിന്റെ ഒക്കെ ഏകദേശം ഒരു 3XL സൈസ് അടുത്ത് തന്നെ ഉണ്ട്. പക്ഷെ റിസ്ക് എടുക്കാൻ നിൽക്കാനുള്ള ഡബിൾ XL എടുത്താൽ മതി കേട്ടോ. അതാകുമ്പോഴത്തേന് സേഫ് ആയിരിക്കും. പിന്നെ ലെങ്ത് ഒക്കെ ഏകദേശം ഒരു 45 ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട്. പിന്നെ നോക്കി വെക്കേണ്ട റൗണ്ട് നെക്കാണ്. ആ ഒരു ത്രെഡ് വർക്ക് നോക്കിക്കുക നിങ്ങൾ. ആ ഒരു ത്രെഡും സ്റ്റോൺ വർക്കും കൂടി നല്ല ഹൈലൈറ്റ് ആയിട്ടേക്കുന്ന ഒരു വർക്ക് തന്നെയാണ്. പിന്നെ അതിന്റെ സ്ലീവിലേക്ക് വരാൻ നേരത്ത് നോക്കിയാൽ സ്ലീവൊക്കെ നല്ല ലെങ്ത് ഉള്ള സ്ലീവ് തന്നെ. എൻ്റെലേക്ക് ഒരു ബോർഡർ പോയിട്ടുണ്ട്. പിന്നെ കംപ്ലീറ്റ് ആ ഒരു ഫ്രണ്ട് പോർഷനിൽ ആ ഒരു ത്രെഡും സ്റ്റോൺ വർക്കും കൂടി മിക്സ് ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. പിന്നെ എൻ്റെലേക്ക് വരാൻ നേരത്ത് നല്ല ഹെവി ആയിട്ടുള്ളൊരു ബോർഡറും കൂടി ഹൈലൈറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ ഈ ഒരു പോർഷൻ വരെ ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ്. ബാക്കിലേക്ക് ഒരു പ്ലെയിൻ ആയിട്ടുള്ള ചെറിയൊരു ഷൈനി ആയിട്ടുള്ള ടൈപ്പാണ് കേട്ടോ. ഏകദേശം ഒരു കോട്ടൺ സിൽക്കിലൊക്കെ വന്ന പോലത്തെ ആ ഒരു ചെറിയൊരു ഷൈനിങ് ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ അതിൻ്റെ പാൻസും സെയിം മെറ്റീരിയൽ തന്നെ റൗണ്ട് ഇലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത് കേട്ടോ. റൗണ്ട് ഇലാസ്റ്റിക്കിൽ അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള പാൻറ്റാണ്. എൻ്റെ ഇതിലേക്ക് ഒരു ബോർഡറൊക്കെ പോകുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഷോൾ വരാൻ നേരത്ത് 2 സൈഡ് സ്കാൽപ്പ് ബോർഡർ വർക്കിൽ ഷോൾ തന്നെ നല്ല ഒതുങ്ങി കിടക്കുന്ന ഷോൾ തന്നെ ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീതി നീളമായിട്ടുള്ളൊരു ഷോൾ സൈസ് തന്നെയാണ് വന്നിട്ടുള്ളത്. ചെറിയ ത്രെഡ് വർക്കും കൂടി പോയിട്ടുണ്ട്. അപ്പോൾ 1 സൈഡാണ് ഇതിന്റെ സ്കാൽപ്പ് ബോർഡർ വർക്ക് വന്നിട്ട്. അപ്പോൾ നല്ലൊരു ഓഫർ പ്രൈസിലും കൂടിയിട്ടാണ്. ഇതാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്കും വന്നിട്ടുള്ളത്. അപ്പോൾ 4 കളേഴ്സ് മാത്രമാണ് നമുക്ക് പ്രൊഡക്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതും. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ റേറ്റ് എന്ന് വെച്ചാൽ വെറും 10.95 ഉള്ളൂ. നല്ലൊരു ഡിസ്കൗണ്ട് റേറ്റ് ആണ്. സ്പെഷ്യൽ പ്രൈസിലും കൂടിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ ഡബിൾ XLR ധൈര്യമായിട്ട് എടുത്തു. ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല. XLR എടുക്കാതിരിക്കാനായിരിക്കും നല്ല കേട്ടോ. കാരണം സൈസ് കുറച്ച് വലുതായി പോകും. അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഡബിൾ XLR മാത്രം എടുത്താൽ മതി കേട്ടോ. വേണ്ട
അപ്പോൾ ഏത് പ്രോഡക്റ്റിനെ കാണിക്കാൻ നേരത്തെ ഞാൻ എല്ലാത്തിനെ പറ്റി നല്ല ഡീറ്റെയിൽ ആയിട്ട് എടുത്തെടുത്ത് പറയാനുണ്ട്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് അല്ല. ഇത് പ്രത്യേകം പറയാണ്ട് എല്ലാ വീഡിയോസും ഞാൻ എടുത്തെടുത്ത് പറയാറുണ്ട്. ഇതൊക്കെ ഒരുപാട്, അതായത് ഇതൊന്നും ഓവർ സ്റ്റോക്ക്ഡ് അല്ല, ലിമിറ്റഡ് സ്റ്റോക്ക് തന്നെ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊരു പരീക്ഷണം പോലെ പ്രൊഡക്റ്റ് എടുത്ത് മാറ്റി വെക്കരുതെന്നുള്ള റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് പ്രൊഡക്റ്റ് ഡെഡ് പീസായിട്ട് ഇരുന്ന് പോയി കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നീട് ഒരു ഓഫർ സെയിലൊക്കെ സെയിൽ ചെയ്യേണ്ടി വരും എന്നൊരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അപ്പോൾ അതാരം കൊണ്ടിട്ട് ഇതൊന്നും നിങ്ങൾക്ക് ആ ഒരു നമ്മൾ പറയുന്ന റേറ്റ് കേൾക്കുമ്പോൾ തന്നെ അറിയാൻ വേണ്ടി പറ്റും. നമ്മൾ ഓവർ റേറ്റ് ഒന്നല്ല പ്രൊഡക്റ്റിന് ഇട്ടിട്ടുള്ളതെന്നല്ല. അപ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓക്കെ ആണെങ്കിൽ മാത്രം പ്രൊഡക്റ്റ് ബുക്ക് ചെയ്ത് മാറ്റി വെക്കട്ടെ. കാരണം ഒരു പരീക്ഷണം പോലെ നിങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റ് ഇവിടെ ഡെഡ് സ്റ്റോക്ക് ആയിട്ടിരിക്കാൻ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. നമ്മൾ ഉദ്ദേശിച്ച ക്വാണ്ടിറ്റി പോയാൽ മാത്രമാണ് നമ്മൾ ഈ ഒരു റേറ്റിൽ നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് തരാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ അല്ലേ. അപ്പോൾ ഈ കാണിച്ച കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഷോളായിട്ടാണ് വന്നിട്ടുള്ളത്. കുറേ നാൾക്ക് ശേഷം നമുക്ക് കിട്ടിയിട്ടുള്ള മുതലാണ് കേട്ടോ ഇത്. ഒരുപാട് പേര് നമ്മുടെ അടുത്ത് എൻക്വയറി ചെയ്തിട്ടുള്ള ഐറ്റമാണ്. നല്ല, അതായത് നമ്മൾ എത്ര ക്വാണ്ടിറ്റി എടുത്താലും ഒരു പീസ് പോലും ബാലൻസ് ഇല്ലാണ്ട് സ്റ്റോക്ക് കഴിയാണ്. ഫാബ്രിക്കും കൂടിയിട്ടാണ്, അതായത് പാറ്റേണും കൂടിയിട്ടാണ്. സൈസ് XXL ലെങ്ത് ഒരു 46 ഇഞ്ചാണ്. അപ്പോൾ ഒരു ടോപ്പ് ലെങ്ത് ആണ് വന്നിട്ടുള്ളത് എലൈൻ കട്ടിൽ. പിന്നെ ഈ കാണുന്ന പ്ലെയിൻ ആണെങ്കിൽ റിംഗിൾ മെറ്റീരിയൽ, പ്രിന്റഡ് ആണെങ്കിൽ ഡോം മെറ്റീരിയൽ മിക്സ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ നോക്കി വെക്കേണ്ട റൗണ്ട് നെക്ക് ആണ്. അതിൻ്റെ യോക്ക് പോർഷനിൽ ആ ഒരു പ്രിന്റഡ് ലെവലിൽ നല്ല വൃത്തിയായിട്ട് തന്നെ പോയിട്ടുള്ളത്. നല്ല കളേഴ്സ് തന്നെ, ആകെ 3 ഷെയ്ഡ് മാത്രമേ ഉള്ളൂ നമുക്ക് സെറ്റിൽ വന്നിട്ടുള്ളത്. പിന്നെ സ്ലീവ് ആണെങ്കിൽ ഇങ്ങനെ 2 ലെയർ ആയിട്ടുള്ള ഒരു ബോർഡർ ലെവലിൽ തന്നെയാണ് പോയിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഏറ്റവും എൻഡിലേക്ക് വരാൻ നേരത്ത് നോക്കി വെക്കേണ്ട എൻഡിലേക്ക് ആ ഒരു ബോട്ടം ഇങ്ങനെ ഫ്ലെയർഡ് ആയിട്ടുള്ള ലെവലാണ്. ഈ ഒരു പോർഷൻ വരെ, ഏകദേശം ഈ ഒരു പോർഷൻ വരെ ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ്. ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു ഫ്രണ്ടിക്കേണ്ട സെയിം പാറ്റേൺ ലൈനാണ് ബാക്കിലും വന്നിട്ടുള്ളത്. പിന്നെ മെയിനായിട്ട് അതിൻ്റെ ഷോൾ വരാൻ നേരത്തും ആ ഒരു ഷോളിൽ പ്രിന്റഡ് വിത്ത് പ്ലെയിൻ ബോർഡറിലാണ്. അത്യാവശ്യം നല്ല വീതികളായിട്ടുള്ള ഷോൾ തന്നെയാണ്. കണ്ട തലയിലിട്ട് ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് തന്നെയാണ്. ഇപ്പോൾ ഒരു ഡെയിലി വെയർ പ്രൈസിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കളക്ട് ചെയ്യുകയും ചെയ്യാട്ടാണ്. ഷോൾ ഓവർ ലെങ്ത് അല്ലാണ്ട് ഈ ഒരു ടോപ്പ് ലെങ്ത്തിലൊക്കെ ഇടാനായിരിക്കും താല്പര്യം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ആണെങ്കിൽ വെറും 695 തൊട്ട്. അപ്പോൾ ഷോപ്പിലൊക്കെ നമ്മളൊരു 900 അടുത്തൊക്കെ സെയിൽ ചെയ്യുന്ന ഐറ്റമാണ്. വെറും 695 നമ്മുടെ മുന്നിൽ തന്നെ. എല്ലാ കളേഴ്സും നല്ല ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള കളേഴ്സ് തന്നെയാണ്. അതിനനുസരിച്ചിട്ട് യോജിച്ചുള്ള ഒരു പ്രിന്റ് തന്നെയാണ് ആ ഒരു സെറ്റിൽ വന്നിട്ടുള്ളത് കേട്ടോ. ഷോളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല വീതിനീളായിട്ടുള്ള ബിഗ് സൈസ് ഷോൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ നോക്കിക്കോട്ടെ. കാരണം വെറും 695 തന്നെ ഉള്ളൂ. പ്രത്യേകം പറയാം, ഒരു ഡെയിലി വെയർ പ്രൊഡക്റ്റ് പോലെയൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു റേഞ്ച് അനുസരിച്ചിട്ട് നിങ്ങൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യട്ടെ. പിന്നെ ഉള്ളത് നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രിന്റും നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്ലെയിൻ കോമ്പിനേഷനും കൂടി മിക്സ് ആയിട്ട് തന്നെയാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ ടോപ്പും സ്കേർട്ടിലും നല്ല ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത്. ഇമ്പോർട്ടഡ് ഫാബ്രിക് എന്ന് പറയുന്ന നേരത്ത് ഇതൊരു വുളൻ ഇമ്പോർട്ടഡ് ഫാബ്രിക് ഉണ്ട്. അതായത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ അതിൻ്റെ ടെക്സ്ചറൊക്കെ കാണുമ്പോൾ തന്നെ അറിയാൻ വേണ്ടി പറ്റും. നല്ലൊരു പ്രീമിയം ലെവലിൽ കളർ കോംബോണ് സെറ്റിൽ വന്നിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ സൈസ് ആണെങ്കിൽ ലാർജ് കൂട്ടിയാൽ മതി. അപ്പോൾ ഒരു ടീനേജിൻ്റെ ഒക്കെ ഒരു കാറ്റഗറിയിൽ വന്നിട്ടുള്ളതാണ്. പിന്നെ ടോപ്പിൻ്റെ ലെങ്ത് 24 ആണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ സ്കേർട്ടും കൂടി സെറ്റ് ചെയ്ത് വരാൻ നേരത്ത് നല്ലൊരു പ്രീമിയം ടച്ച് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പം ഇതിൻ്റെ സ്കേർട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വൺ സൈഡ് ഇങ്ങനെ ഒരു സ്ട്രൈറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബാക്കിലേക്ക് ഇങ്ങനെ ഇലാസ്റ്റിക് വന്നിട്ട് പിന്നെ പോക്കറ്റ് 2 സൈഡും പോയിട്ടുണ്ട്. പിന്നെ സ്കേർട്ടിൻ്റെ ഈ ഒരു ഭാഗം കൊണ്ടിട്ട് 2 സൈഡ് പോക്കറ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾ പിൻട്രസ്റ്റിലൊക്കെ കാണുന്നത് ആ ഒരു കാറ്റഗറി പെട്ടിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. പക്ക ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നറും ഔട്ടറും സെപ്പറേറ്റും കൂടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ സ്കേർട്ടിൻ്റെ ലെങ്ത് ഏകദേശം ഒരു 39 ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും 1295 ഉള്ളൂ. അപ്പോൾ 1295 നല്ല അടിപൊളി കളേഴ്സായിട്ടാണ് 3 കളേഴ്സ് മാത്രം പ്രൊഡക്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ എല്ലാ കളേഴ്സും നല്ല ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള കളേഴ്സാണ്. പെട്ടെന്ന് സ്ക്രീനിൽ കാണാൻ നമ്പറിൽ വാട്സപ്പ് ചെയ്യാൻ വേണ്ടി നോക്കിയോട്ടെ. അപ്പോൾ 3 കളേഴ്സിൽ ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ നല്ല അടിപൊളി സ്കേർട്ട് സെറ്റാണ് വന്നിട്ടുള്ളത് കേട്ടോ. വീണ്ടും കാരണം എന്ന് വെച്ചാൽ ഈ പ്രിന്റ് നിങ്ങൾക്ക് കാണുമ്പോഴത്തേനും അറിയാൻ വേണ്ടി പറ്റും. പിന്നെ എടുക്കണ്ടെന്ന് ഞാൻ വിചാരിക്കും. പക്ഷെ എൻക്വയറി കണ്ടതിനാൽ എടുക്കാതിരിക്കാനും തോന്നില്ല കേട്ടോ. കാരണം മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോസിൽ നിന്ന് ഒരുപാട് എൻക്വയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം നീ ലെങ്ത് ടോപ്പുമാണ്, ഒപ്പം തന്നെ കോഡ് സെറ്റും ആണ് കേട്ടോ. കോഡ് സെറ്റാണ് നമുക്ക് എൻക്വയറി ഉള്ളത്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ ആണെങ്കിൽ ഫുൾ ബട്ടൺ ഓപ്പൺ ആണ്. വേറെ ഡീറ്റെയിലും കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എന്നറിയാം. സൈസ് ചാർട്ടാണ് വന്നിട്ടുള്ളത്. XL, XXL, 3XL ഈ 3 സൈസിലാണ് പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ പ്രാവശ്യം ആണെങ്കിൽ നല്ല പക്ക ഓഫർ റേറ്റിലും കൂടിയിട്ടാണ് കൊടുക്കുന്നത്. വെറും 1095 ഉള്ളൂ കേട്ടോ. കാരണം എന്ന് വെച്ചാൽ 1300 ഓൺലൈനിൽ നമ്മൾ സുഖമായിട്ട് സെയിൽ ചെയ്തിരുന്ന പ്രൊഡക്റ്റ് ആണ്. വെറും 1095 കൊടുക്കണം. ടോപ്പിന്റെ ലെങ്ത് ആണെങ്കിൽ 42 ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത്. ഈ ലെങ്ത്തിനേക്കാളും താഴെ ആയിട്ടുള്ള
അടിപൊളി പാറ്റേൺ ആണ്. ഇപ്പൊ തന്നെ ഇതിന്റെ നീ ലെങ്ത് ടോപ്പും വന്നിട്ടുണ്ട്. അത് അപ്പ് ആൻഡ് ഡൗൺ കട്ടിലാണ്. അല്ല, ബാക്കിലേക്ക് ഈ ഒരു ടൈപ്പിലാണ് അതിന്റെ ഒരു കട്ടിങ് ലെവലൊക്കെ വന്നിട്ടുള്ളത്. സ്ലീവ് ഒക്കെ ഫുൾ ലെങ്ത് സ്ലീവ് തന്നെയാണ്, ഇമ്പോർട്ടഡ് ഫാബ്രിക് തന്നെയാണ്. ലെങ്ത് ഒരു 40-38 ഇഞ്ചാണ്. കാരണം അപ്പ് ആൻഡ് ഡൗൺ കട്ടാണല്ലോ വന്നിട്ടുള്ളത്. ഫുൾ ബട്ടൺ ഓപ്പൺ ആണ്. അപ്പൊ ഇതിന്റെ റേറ്റ് ആണെങ്കിൽ 895 ഉള്ളൂ കേട്ടോ. നല്ല പ്രീമിയം ലെവൽ ഫാബ്രിക് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ കോപ്പിയൊക്കെ ഒരുപാട് പാറ്റേണിൽ വന്നിട്ടുണ്ടെങ്കിലും ഇതൊക്കെ ഒറിജിനൽ ഫാബ്രിക് തന്നെയാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റിലേക്ക് കൊണ്ടുവന്ന സെയിം ഫാബ്രിക് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ ആണ് അതും ചുന്നി പ്രൊഡക്റ്റിലാണ് കേട്ടോ വന്നത്. റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് നോർമൽ ലൈൻ കട്ടിനേക്കാളും ഡിഫറെന്റ് ആയിട്ട് ഇങ്ങനെ ഇവിടെ ഒരു കട്ടിങ് ഇങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ ബട്ടൺ ആണെങ്കിൽ സ്റ്റിച്ചഡ് ആണ്. ഫ്രണ്ടിൽ 1-2 ബട്ടൺ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. പിന്നെ ഇന്നറും ഔട്ടറും സെപ്പറേറ്റ് ആണ് വന്നിട്ടുള്ളത്. ഇവാണെങ്കിൽ ഇതിൽ ഹാഫ് സ്ലീവിൽ ഇന്നറും കൂടിയായിട്ടുള്ള നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഇന്നർ തന്നെയാണ്. ബാക്കിലേക്കും ആ വലിയ ഇലാസ്റ്റിക് കണ്ടിന്യൂഷനും പോയിട്ടുണ്ട്. ഒരു ഓഫർ പ്രൈസിലും കൂടിയിട്ടാണ് പ്രൊഡക്റ്റ് കൊടുക്കുന്നത്. അപ്പൊ സെയിം ആ ഒരു ചുന്നി ഫാബ്രിക്കിലും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ റേറ്റ് സൈസ് ആണെങ്കിൽ XXL ഉണ്ട്. ലെങ്ത് 53 ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത്. അപ്പൊ സ്പെഷ്യൽ റേറ്റ് ആണ് വെറും 995 ഉള്ളൂ കേട്ടോ. 995 നിങ്ങൾക്ക് കണ്ണും പൂട്ടി എടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണ്. നല്ലൊരു ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രിന്റ് കോമ്പിനേഷനിലും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ സെറ്റ് ആണെങ്കിൽ അതായത് ഇന്നറും ഔട്ടറും കൂടി സെപ്പറേറ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ അതായത് ഇന്നർ വേറൊരു ആവശ്യങ്ങൾക്കും വേണമെങ്കിൽ അത് വേറൊരു ഇന്നറായിട്ടൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനും കൂടി യൂസ്ഫുൾ ആവാൻ ചെയ്യട്ടെ. നല്ലൊരു ക്വാളിറ്റി ഉള്ള ഇന്നർ തന്നെയാണ് സെറ്റിൽ വന്നിട്ടുള്ളത്. വെറും 995 ഉള്ളൂ കേട്ടോ. കണ്ടാ, ഇതിന് ഡിഫറെന്റ് ആയിട്ടുള്ള പ്രിന്റിലും ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സിലും മിക്സ് ആയിട്ട് തന്നെയാണ്. അതായത് ചുന്നി പ്രൊഡക്റ്റിലും തന്നെ ആ ഒരു സെയിം പാറ്റേണിൽ തന്നെയാണ്. അപ്പൊ ഈ ഒരു പ്രിന്റ് ഒക്കെ നിങ്ങൾക്ക് ആ ഒരു ചുന്നി പ്രൊഡക്റ്റിലും നീ ലെങ്ത്തിലും ലോങ്ങിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ആ ഒരു സെയിം മെറ്റീരിയലിൽ തന്നെയാണ് ഇതിന്റെ പാറ്റേൺ തന്നെ കേട്ടോ. അപ്പൊ നോർമലി എലൈനേക്കാളും നല്ല ഡിഫറെന്റ് ആയിട്ടൊരു ഇങ്ങനെ ഒരു ഇലാസ്റ്റിക് ടച്ചിലാണ് സെറ്റ് വന്നിട്ടുള്ളത് കേട്ടോ. 995 ആയിരിക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസ് റേഞ്ച് തന്നെയാണ്. പിന്നെ ഇതിനൊപ്പം വന്നിട്ടുള്ള അതായത് ഈ ഒരു സെറ്റിനൊപ്പം ഒരുമിച്ച് ഉണ്ടായിരുന്ന പാറ്റേൺ ആണ്. ലൈൻ കട്ടിലാണ്. ഇതിന്റെ ബട്ടൺ ആണെങ്കിൽ ഫുള്ള് നേരത്തെ ബട്ടൺ തന്നെ സ്റ്റിച്ചറാണ്. ഫ്രണ്ടിൽ 1-2 ബട്ടൺ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യും. പിന്നെ സ്ലീവ് ഒക്കെ നേരത്തെ കാണിച്ച പോലെ തന്നെ ഹാഫ് സ്ലീവിൽ ഇങ്ങനെ ഇന്നർ ഔട്ടർ ആയിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ലെങ്ത്തും സൈസ് ഒക്കെ സെയിം തന്നെ XXL തന്നെയാണ് വന്നിട്ടുള്ളത്. 995 മാത്രം പ്രൊഡക്റ്റിന് വന്നോട്ടെ. അപ്പൊ ഈ കാണിച്ച പ്രിന്റിലും കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ.